ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ജംഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് സ്നാക്കായ ഫലാഫലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിപ്പോൾ നാട്ടിലൊക്കെ പലയിടത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫലാഫൽ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. നല്ല ടേസ്റ്റിയാണ്. പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഈ റെസിപ്പി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ ഒരു കപ്പ് വെള്ളക്കടല കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാൻ 2 തവണയായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അധികം പേസ്റ്റ് ആക്കി അരയ്ക്കരുത്. അതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ വേണം അരയ്ക്കാൻ. ഇത് കണ്ടല്ലോ, ചെറിയ തരിയോട് കൂടിയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും അരച്ചെടുക്കാം. ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1 കപ്പ് പാസലി ലീഫ് വേണം. ഈ പാസലി ഇല ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിയില 1 കപ്പ് ചേർത്താലും മതി. പിന്നെ വേണ്ടത് ഒരു സവാളയുടെ പകുതിയും 2 അല്ലി വെളുത്തുള്ളിയുമാണ്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് വേണ്ടത് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇനി അതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. എള്ള് വേണമെങ്കിൽ മിക്സിയിൽ അടിക്കുന്നതിൻ്റെ കൂടെയും ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട ബീറ്റ് ചെയ്തതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇത് നല്ലപോലെ കുറച്ച് സമയം മിക്സ് ചെയ്തെടുക്കണം. ചില കുട്ടികൾക്കൊക്കെ ഈ എള്ള് ഇങ്ങനെ കാണുന്നത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവരൊക്കെ മിക്സിയിൽ നമ്മളെല്ലാം കൂടെ അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ എള്ളും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഫലാഫലിൻ്റെ മോൾഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഇതിനേക്കാൾ കുറച്ചുകൂടെ ചെറിയൊരു സൈസിലാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയ സൈസാണെങ്കിൽ പെട്ടെന്ന് വേവുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയം ചൂടുള്ള സമയത്ത് തന്നെ ഓരോന്നായി ഇട്ട് കൊടുക്കണം. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളോട്ട് വേവുകയില്ല. നമ്മൾ കടല ആയതുകൊണ്ട് കുറച്ച് വേവ് ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ഭാഗം ഒന്നാവുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ എല്ലാ ഫലാഫലും നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം ഇട്ട ഫലാഫൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫലാഫലാണിത്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇവിടെ മോൻക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത് തന്നെ ഈസി ആയിട്ടുള്ള ഒരു കിടിലൻ വീഡിയോയിൽ കാണാം. താങ്ക്